ഓരോ വീട്ടമ്മമാരും ചിന്തിച്ചു പോകും ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നു എന്ന്. അത്രത്തോളം ടേസ്റ്റിലും രുചിയിലുമാണ് ഇന്ന് നമ്മൾ പെരി പെരി അൽഫാം റെഡിയാക്കുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല മക്കളെ, കാണാൻ നല്ല മൊഞ്ചാണ്. ഇത് കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടാണ് ഇന്ന് നമ്മളിത് റെഡിയാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന രഹസ്യം നമ്മൾ അറിഞ്ഞാൽ ഇനി ഹോട്ടലിലൊന്നും പോയിട്ട് അൽഫാം ഒന്നും വാങ്ങിക്കഴിക്കൂല. നമ്മുടെ നമ്മളെ വീട്ടിലൊക്കെ ചട്ടി ഉണ്ടെങ്കിൽ ആ ഒരു ചട്ടിയിൽ നമുക്കിത് റെഡിയാക്കട്ടോ. ഗ്രില്ലോ ഓവനോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, സിമ്പിളാണ്. ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല കറക്റ്റായിട്ട് വേവൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ അൽഫാം അത്യാവശ്യം വലിയ രീതിയിലുള്ള പീസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഇടിക്കല്ലോ ചപ്പാത്തിക്കോലോണ്ടോ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അതിങ്ങനെ ഒന്ന് ഫ്ലാറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്യണത്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ചട്ടിയിലിടുമ്പോൾ ഒന്ന് പരന്നിങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലിയിലും അതുപോലെ തന്നെ നമ്മളൊന്ന് വരയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇട്ട് നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ വരയിട്ട് കൊടുക്കാൻ ആരും മറക്കല്ലേ, പ്രത്യേകിച്ച് വലിയ പീസാണെങ്കിൽ. എങ്കിൽ മാത്രമേ മസാലയും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആദ്യം ഒരു സ്പൈസി ആയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ഗ്രാമ്പു, ഒപ്പം തന്നെ ഒരു പട്ടയുടെ കഷ്ണം ഇതുപോലെ, അതുപോലെ തന്നെ ഒരു 3 വറ്റൽ മുളക്, പിന്നെ നമുക്ക് ഏലക്ക ഒരു 3 എടുക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. തീർച്ചയായിട്ടും ഇതൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. പിന്നെ എന്താ ഇപ്പം നമ്മൾ ഉണ്ടാക്കണേന് ഒത്തിരി പൈസ കൊടുത്തിട്ട് ഇനി ഹോട്ടലിലോട്ടൊന്നും അൽഫാം കഴിക്കാനായിട്ട് ഓടണ്ട. നമ്മുടെ വീട്ടിൽ നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്ന് ഇരട്ടിക്കും. ഒപ്പം ആരോഗ്യത്തിനും അത് തന്നെയാണ് നല്ലത്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. അപ്പോൾ ഞാനിത് മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു പൗഡറിന്, നല്ല അടിപൊളി സ്മെല്ല്. ഇതുപോലെ ചൂടാക്കി പൊടിച്ചെടുക്കുമ്പോൾ ഏറ്റവും നല്ലതാണ്. മല്ലിയൊന്നും ഫ്രഷ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 രൂപയ്ക്ക് തന്നെ മല്ലി ഇതുപോലെ ഫ്രഷായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ഒരുപാട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിയെടുക്കണം. ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ജാറിലോട്ട് തന്നെ ഒരു പഴുത്ത തക്കാളിയും ഒപ്പം തന്നെ ഒരു വെല്ലുള്ളിൻ്റെ ഹാഫ് പോർഷൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി. അപ്പോൾ കുഞ്ഞ് വെളുത്തുള്ളിയാണെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്കിത് ഒരു പിടിയോളം വരുന്ന പുതിന ഇലയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ നോക്കിയെടുക്കാം. മല്ലിച്ചപ്പ് ഇനി ഇച്ചിരി അങ്ങോട്ട് കൂടിയാലും കുഴപ്പമില്ല. പുതിനൻ്റെ ഇല കൂടണ്ട കേട്ടോ. കറക്റ്റ് അളവ് തന്നെ എടുക്കാം. അതിനുശേഷം നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരിക. ഇതിലിപ്പോൾ എക്സ്ട്രാ നമ്മൾ മല്ലിച്ചപ്പും പുതിനയിലേക്കാരും ഇല്ലാത്തത് 10 രൂപയ്ക്ക് കൊടുത്തത് തന്നെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ചെയ്യുക കേട്ടോ. ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. പ്രത്യേകിച്ച് അൽഫാമൊക്കെ ആർക്കാലും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ ഇതിനുള്ള മസാല റെഡിയാക്കുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം തൈരിലോട്ട് 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ ആയിട്ടുള്ള മസാലയും കൂടി ചേർക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇതുപോലെ ഡ്രൈ ആയിട്ട് നിൽക്കണം കേട്ടോ. ഇത് നമ്മൾ ആ ഒരു സ്റ്റെയിനർ ഉണ്ടല്ലോ, സ്റ്റെയിനറിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. വെള്ളം ഒരു തുള്ളി ഇല്ലാതിരിക്കണം. അതില്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തോർത്തിയെടുത്താലും മതിയാകും. എങ്കിലേ ആ ഒരു മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഈ ഒരു കൂട്ടിലോട്ട് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ചൊറുക്കുണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുക്കുക. പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും ചേർക്കുക. ഇനിയിപ്പോൾ രണ്ടും പകുതി വെച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഇനി നമ്മൾ ഈ ഒരു മിക്സിങ്, ഈ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല വരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം.
നല്ല സ്പൈസി ആയിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഓരോ പീസും എടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിന്നിവിടെ ഒരു അത്യാവശ്യം വലിയ 3 പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ഇത്ര വലുതാക്കണമെന്നില്ല. ഞാനിപ്പോൾ വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വലിയ പീസാക്കി എടുത്തത്. നമുക്ക് ചിക്കൻ കറിയിലോട്ട് വെട്ടുന്ന പോലെയല്ല, കുറച്ചും കൂടി വലുപ്പത്തിൽ വെട്ടിയെടുക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് വലുപ്പത്തിന് റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ എല്ലാത്തിലും ഞാൻ നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. കണ്ടല്ലോ, ചിക്കനിൽ നന്നായിട്ട് തന്നെ മുകളിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മസാല പുരട്ടിയിട്ട് ചുരുങ്ങിയത് ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, താഴെയാണ് കേട്ടോ വെക്കേണ്ടത്. നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം വെക്കുക. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വേറെ എന്തെങ്കിലുമൊക്കെ പാലോ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ അതിലോട്ടൊക്കെ ഇറങ്ങും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്യണം. കാരണം നല്ല ടേസ്റ്റിയും നല്ല അടിപൊളി സ്മെല്ലായിട്ടുള്ളൊരു മസാലയാണിത്. അപ്പോൾ ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നല്ലൊരു പാത്രത്തിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടപ്പുണ്ടെങ്കിൽ അങ്ങനെ മൂടി വെക്കുക കേട്ടോ. ഇത് നമ്മുടെ മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ മസാലയൊക്കെ ചിക്കനിലോട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ആ ഒരു കട്ട് ചെയ്ത ഭാഗങ്ങൾ, വരയിട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. ഇനി ഞാനിത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണിത് ചെയ്യുന്നതെങ്കിൽ തലേ ദിവസം ഇതുപോലെയൊന്ന് മസാല കൂട്ടി വെച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ വരുള്ളൂ കേട്ടോ. സിമ്പിളല്ലേ? ഇത്രയും ചെറിയ പരിപാടിക്കാണ് നമ്മൾ ഒത്തിരി പൈസ കൊടുത്തിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കണത്. ഇത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഹോട്ടലിൻ്റെ അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓവനും ഗ്രില്ലൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ സാധാരണ ചീനച്ചട്ടിയിൽ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 5-6 മണിക്കൂർ, ഏകദേശം 6-7 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂർ കൂടിപ്പോയി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. തണുപ്പൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ. ഈ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ വെണ്ണ മാത്രം നമുക്ക് മതിയാകും. ആദ്യം നമ്മൾ ഇച്ചിരി മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു സൈഡും കൂടി ആയതിനു ശേഷം നമുക്കത് എന്ത് ചെയ്യുക, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുക. അടച്ചു കൊടുത്തിട്ട് വേണം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. ഇതുപോലെ മുരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതുപോലെ എണ്ണയിൽ ഇങ്ങനെ മുരിക്കാൻ താല്പര്യമില്ലാത്തവർ ഗ്രില്ലൊക്കെ ഉണ്ടെങ്കിൽ ഗ്രില്ലിൽ വെച്ച് ചുട്ടെടുത്താലും മതി. പക്ഷേ ഈ ഒരു മസാല തന്നെ റെഡിയാക്കണം കേട്ടോ. സൂപ്പറാണ് മക്കളെ ഈ ഒരു മസാല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു പീസ് ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തു. ബാക്കി 2 പീസ് ഞാനിത് ഓവനിലാണ് കേട്ടോ ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. വേറെ ഒന്നുമില്ല, കാരണം നമ്മൾ ആ ചട്ടിയിൽ വേവിച്ച് വരുന്ന സമയം കൊണ്ട് നമ്മളെ സനു അവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഒപ്പം ഇരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടണം. അപ്പോൾ 2 പീസ് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓവനിൽ വെച്ചതിലേറെ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമ്മൾ ഇതുപോലെ ചട്ടിയിലിട്ടിട്ട് കുറഞ്ഞ എണ്ണയിലിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് ആവിയിൽ വേവിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ രുചി. അപ്പോൾ സമയമുള്ള ആൾക്കാർ ഇതുപോലെ ചട്ടിയിലിട്ട് തന്നെ വേവിക്കുക. ഓവനൊക്കെ ഇപ്പോൾ എല്ലാവരും വീടുകളിലും ഉണ്ടാവും. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഏകദേശം ഞാനൊരു 45 മിനിറ്റാണ് കേട്ടോ ടൈമറിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 25 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ എനിക്ക് ഈ ഒരു ചട്ടിയിലുള്ള ചിക്കൻ സൂപ്പറായിട്ട് കിട്ടിയിരുന്നു. ഒന്നുകൂടി ടേസ്റ്റും അതുതന്നെയാണ്. നമ്മൾ അടച്ചു കൊടുത്തിട്ട് വേണം ആദ്യം ഇങ്ങനെ വേവിച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. ഇനി നമ്മളത് വെന്ത് വരുന്ന സമയം കൊണ്ട് ചെറിയൊരു സോസ് ഉണ്ടാക്കണം ആവശ്യമുണ്ട്. അതിലോട്ട് ഞാനൊരു പാനൊക്കെ വെച്ച് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോട്ട് ഒരു 3 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂണോളം നാരങ്ങയുടെ ജ്യൂസും കുറച്ച് കുരുമുളക് പൊടി. ഇത് നമ്മൾ ചിക്കനായി വന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുന്ന കേട്ടോ. നല്ല സ്പൈസിയാണ്. എരിവ്, പുളി, മധുരം കൂടിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സോസാണ്. നല്ല രുചിയാണ്. അപ്പോൾ ഇതാരും മിസ്സാക്കല്ലേ. ഇതും കൂടി ചെയ്യുമ്പോഴേ നമ്മൾ പെരി പെരി ചിക്കൻ ആവുള്ളൂ കേട്ടോ.
അപ്പോൾ എരിവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മക്കളൊക്കെ കഴിക്കണോണ്ട് കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർത്തുള്ളൂ. ഒപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കുറച്ച് കാശ്മീരി മുളക് പൊടി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇച്ചിരി കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം നല്ല സ്പൈസി ആയിട്ട് നിൽക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനൊരു നുള്ളു ഉപ്പ് കേട്ടോ ഈ ഒരു മസാലയിലോട്ട്. ചില സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോസിൻ്റെ കളർ ഉണ്ടല്ലോ, ആ ഒരു ടൊമാറ്റോ സോസിൻ്റെയും ഒപ്പം തന്നെ കാശ്മീരി മുളക് പൊടിൻ്റെ ഇട്ട് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ചിക്കൻ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. എണ്ണ ഇല്ലാന്ന് കരുതിയിട്ട് ഒരിക്കലും ഇനി എണ്ണയൊന്നും ഒഴിക്കണ്ട. ഈ ഒരു ചട്ടിയുടെ താഴെ ഭാഗത്തുള്ള എണ്ണ അങ്ങനെ അതിൻ്റെ മുകൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടല്ലോ, ഇനി നമ്മൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ട് തീ ഓഫാക്കിയിട്ടില്ല കേട്ടോ, കുറഞ്ഞ തീയിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സോസ് തേച്ച് കൊടുക്കാം. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിക്കണ്. അതിലപ്പുറം നല്ല അടിപൊളി സ്മെല്ലാണ് മക്കളെ, ഒന്നും പറയാനില്ല കേട്ടോ. എന്ത് എളുപ്പം അതൊക്കെ ഉണ്ടാക്കാൻ. എന്നിട്ടാണല്ലോ നമ്മൾ ഇത്ര പൈസ കൊണ്ടുപോയി കളഞ്ഞത് അല്ലേ. നമ്മളിതൊന്നും പെരി പെരി അൽഫാം എന്നൊക്കെ പേരാണ് കേൾക്കുമ്പോൾ ഇതൊന്നും വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് ഒത്തിരി പൈസ കൊടുത്തിട്ട് നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കഴിക്കും. ഇനി ആരും അങ്ങനെയൊന്നും വാങ്ങിക്കഴിക്കണ്ട. ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളവർ നമ്മുടെ വീടുകളിൽ തന്നെ ഇതൊക്കെ റെഡിയാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഹെൽത്തിയാണ്. ഒരുപാട് എണ്ണയോ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. വെറും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇത് നമ്മൾ ചെയ്തെടുത്തത്. കണ്ടല്ലോ, നല്ല അടിപൊളി നല്ല രീതിയിൽ തന്നെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചതും വേവായിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നന്നായിട്ട് വെന്ത് ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. ഉൾവശമൊക്കെ ഉണ്ടല്ലോ, പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിതൊരു 45 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഓവനിൽ വേവിച്ചെടുത്തത്. ഇനി ഞാനിതിൻ്റെ മുകളിലും ഈ ഒരു സോസ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഞാനിതാ ഒന്ന് ഓവനിക്ക് വെക്കുകയാണ്. ഓവനിൽ തന്നെ വെക്കണം എന്നില്ല കേട്ടോ, ചട്ടിയിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അതുപോലെ ഒന്ന് മുരിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ അതിൻ്റെ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്പൈസി ആയിട്ടുള്ള സോസും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഇതൊക്കെ ചേർത്തിട്ട് തന്നെ റെഡിയാക്കണം കേട്ടോ. കണ്ടല്ലോ, ആവശ്യത്തിനുള്ള സോസൊക്കെ തേച്ച് കൊടുത്ത് സൂപ്പറാക്കിയെടുത്ത്. ഇനി എരിവ് ഇഷ്ടമില്ലാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സോസിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നമ്മൾ അടിപൊളി പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സാധാരണ ചെറിയ രീതിയിലൊരു സ്മോക്കിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഗ്രില്ലിലൊക്കെ വെച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ മാഷാ അല്ലാഹ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് നമ്മൾ ചട്ടിയിലിട്ട് കുറഞ്ഞ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ആവിയിൽ വേവിച്ചെടുത്ത അൽഫാമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സമയമുള്ളവർ, എനിക്കത് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് 2 പീസ് ഞാൻ ഓവനിലോട്ട് മാറ്റിയത്. പക്ഷേ ആ ഒരു പീസ് കിട്ടിയ ആൾ പറഞ്ഞ് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചട്ടിയിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഞാനൊരു ചിരട്ട കത്തിച്ച് അതിൻ്റെ കനലെടുത്ത് ഇതുപോലൊരു ബൗളിലാക്കി ജസ്റ്റ് ഒരിത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പുക വരും. അതിൻ്റെ ഉൾഭാഗത്ത് കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ പുകഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു ഹോളുണ്ടല്ലോ, അതൊന്ന് അടച്ചു കൊടുക്കണേ. അതിനുശേഷം നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് സെർവ് ചെയ്യുക. അടിപൊളി നമ്മൾ പെരി പെരി അൽഫാം ചിക്കൻ ഇവിടെ റെഡിയായി. ഞാൻ ഒത്തിരി സോസൊന്നും ഉണ്ടാക്കി ഒഴിച്ചിട്ടില്ല, കാരണം ഒരുപാട് എരിവും കാര്യങ്ങളൊക്കെ ആയാലും മക്കൾക്കത് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ഒരു 3 ടീസ്പൂണൊക്കെ ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ചേർത്ത് ഒന്നുകൂടി സ്പൈസി ആക്കി ജ്യൂസി ആക്കി ഇങ്ങനെ അതിൽ മുക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഒരു നോർമലായിട്ടേ ചെയ്തുള്ളൂ. അങ്ങനെ നമ്മൾ അടിപൊളി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും. ഒത്തിരി എണ്ണയോ കാര്യങ്ങളിലോ ഒന്നുമല്ല നമ്മൾ ചെയ്തത്. 2 പീസ് ഓവനിൽ വെച്ചാണ് ചെയ്തത്. തീരെ എണ്ണ പറ്റൂല എന്നുള്ള ആൾക്കാർക്ക് ഓവനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതല്ല ഒരു ഇച്ചിരി എണ്ണക്കൊന്നും ഒന്നും കുഴപ്പമില്ലാത്ത ആൾക്കാർ 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചും നമുക്കിത് വേവിച്ചെടുക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ അൽഫാം?
അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ടേസ്റ്റിലൊന്നും പറയാനില്ല. മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. പക്ഷേ ഇഷ്ടമായ പീസ് നമ്മൾ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തല്ലോ, അതാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഓവനോ ഗ്രില്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലെ സാധാരണ ചീനച്ചട്ടി വെച്ചിട്ട് നല്ല അടിപൊളി അൽഫാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. വേണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഇതിൻ്റെ കൂടെ കുറച്ച് മയോണൈസും കൂടി ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട്, ബാക്കിയൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളാണ്, അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് റെഡിയാക്കിയിട്ട് എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. എവിടെയും ഫ്ലോപ്പ് ആവില്ല, ഒരു ടേസ്റ്റിനും ഒരു മാറ്റവും ഇല്ല. നമ്മൾ കടയിൽ നിന്നും കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും ഇത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അൽഫാം ഉണ്ടാകുമ്പോൾ പിന്നെ മയോണൈസ് ഇല്ലാഞ്ഞാൽ അത് ശരിയാവില്ലല്ലേ. അപ്പോൾ ഞാനിതൊന്ന് പിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇനി പലരും പറയുന്നത് വെന്തിട്ടുണ്ടാവോ, അങ്ങനെ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നമുക്ക് ചുരുങ്ങിയത് ഒരു 25 മിനിറ്റ് ഇതിങ്ങനെ കുറഞ്ഞ തീയിൽ നമ്മൾ തിരിച്ചും മറിച്ചും അടച്ച് വെച്ചും ആവിയിലിങ്ങനെ വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ആരും ടെൻഷൻ ആവേണ്ട, ഉഷാറായിട്ട് വേവും. പിന്നെ ഓവനിൽ വെച്ച കാര്യം ഞാൻ പറയണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം വെന്തിട്ടുണ്ടാവുന്നുള്ള കാര്യം കേട്ടോ. ഉണ്ടല്ലോ, ആ ചിക്കൻ്റെ ഉൾവശത്തൊക്കെ നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊറാട്ടയൊക്കെ വാങ്ങി അതിൻ്റെ കൂടെ ഇട്ടാണ് കഴിക്കണത്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ഉണ്ടാകും, മക്കൾക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ കൊതിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ കാണുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ ആളില്ലാത്തവരുണ്ടാവാം, പോകാൻ പറ്റാത്ത സാഹചര്യമുള്ള അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ ഉമ്മമാരെന്ത് ചെയ്യുക, ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊണ്ട് കൊടുക്കുക. ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.